ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ PSCയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള PSC എക്സാം എങ്ങനെയാണ് മൊബൈൽ ഫോണിലൂടെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ആദ്യം ചെയ്ത് ഞാൻ പഫിൻ ബ്രൗസർ എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് PSC അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, പഫിൻ ബ്രൗസർ ആദ്യം കുറച്ച് ദിവസങ്ങൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ അത് അപ്ഡേറ്റ് ആയതുകൊണ്ട് പിന്നെ ഒരു പെയ്ഡായിട്ട് മാറി. പൈസ അടച്ചു കഴിഞ്ഞാലേ നമുക്ക് ആ ആപ്പ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വന്നു. അങ്ങനെ കമൻ്റായിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഫിനല്ലാതെ വേറെ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ട് PSC അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഓട്ടോ കഴ്സർ എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓട്ടോ കഴ്സർ എന്നുള്ള മൗസിൻ്റെ ഒരു ഐക്കണൊക്കെ വരുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതും ഇപ്പോൾ പ്രോ വേർഷൻ വന്നതുകൊണ്ട് പലർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആപ്പ് ആണ് നമുക്ക് നിലവിലുണ്ടായിരുന്നത്. ഇതുപോലത്തെ, അതായത് ഓട്ടോ കഴ്സർ എന്നുള്ള ആപ്പ് പോലത്തെ പല ആപ്പുകളും നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അത് പെയ്ഡ് ആയിട്ട് മാറുകയാണ്. പ്രോ വെർഷൻ വരും, അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുമ്പോൾ പ്രോ വെർഷൻ വന്നതുകൊണ്ട് നമുക്ക് പൈസ അടച്ചു കഴിഞ്ഞാൽ പല ആപ്പുകളും യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരും കമൻ്റായിട്ട് കുറേ ചോദിച്ചിട്ടുണ്ട്, PSC അപ്ലൈ ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്ന ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ PSCയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഏകദേശം അപ്ലൈ ചെയ്യുന്നതിൻ്റെ അവസാന ഭാഗം വരെ നമുക്ക് ആപ്പുകളുടെ ഒരാവശ്യം വരുന്നില്ല. അവസാന ഭാഗം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ആപ്പുകൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, OK എന്നുള്ളൊരു ക്യാൻസൽ എന്നുള്ള 2 ഓപ്ഷൻ കാണും. ഇതിൽ ഈ OK കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ആപ്പും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു OK ബട്ടൺ ക്ലിക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 2 ഉപകരണങ്ങളുടെ ആവശ്യം വരുന്നുണ്ട്. ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു 2 പ്രൊഡക്റ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന മൗസാണ് ഒന്ന്, സാധാ ഒരു മൗസ്. മറ്റേതെന്ന് പറയുന്നത് ഒരു 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാം. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ, ഒരു ഉപയോഗമാണ് ഉള്ളത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 2 എണ്ണം എടുത്തു എന്നേ ഉള്ളൂ. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ മൗസ് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ടറാണിത്. ഇതിൻ്റെ പേര് OTG കണക്ടർ എന്നാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി കിട്ടും. വളരെ ചെറിയ സംഖ്യയാണ് ഇതിന് വരുന്നത്. ഞാനിത് വാങ്ങിച്ചുള്ളത് 50 രൂപയ്ക്കായിട്ടാണ്. ഇത് 50 രൂപയ്ക്കാണ്. ഇത് ഞാൻ വാങ്ങിച്ചുള്ളത് 20-30 രൂപയ്ക്കായിട്ടാണ് ഞാൻ വാങ്ങിച്ചുള്ളത്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഫോണുകൾക്കൊക്കെ C ടൈപ്പാണ് വരുന്നത്. C ടൈപ്പിന് മുമ്പുള്ള കണക്ടറാണ്, കുറച്ച് പഴയ മോഡൽ. ഇതിൽ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു കണക്ടറും, അതുപോലെ തന്നെ മറു സൈഡിൽ USB കണക്ട് ചെയ്യാനുള്ള പോർട്ടും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ C ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് C ടൈപ്പാണ്, ഒരു ഭാഗത്ത് വരുന്നത് USB കണക്ട് ചെയ്യാനുള്ള പോർട്ടുമാണ്. അപ്പോൾ ഇത് ഉണ്ടായാൽ മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാം, PSC വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫോണുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മളെ OTG കണക്ടറാണ്. ഇതെന്ത് ചെയ്യുക, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെയാണ്. ഇനി മൗസിൻ്റെ ഏറ്റവും ആ ഒരു വയർ, ആ ഭാഗം എന്ത് ചെയ്യുക, ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൗസ് ഓണായത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മുടെ ഫോണിലും മൗസിൻ്റെ ഒരു ചിഹ്നം വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഉണ്ടല്ലേ? അപ്പോൾ ഈ ഒരു മൗസിൻ്റെ ഈ ഒരു ഐക്കൺ ചിഹ്നം നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, PSC അപ്ലൈ ചെയ്യാൻ കഴിയും. മാക്സിമം എല്ലാവരും ഈ 2 പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, PSC ഈ രൂപത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പ്ലേ സ്റ്റോറിലുള്ള മറ്റുള്ള ആപ്പുകളുടെ ഒരു ആവശ്യം ഇതിന് വരുന്നില്ല.
നമ്മുടെ സ്റ്റോറേജ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി പെർമിഷൻസ്, ഇതൊന്നും നമുക്ക് ബാധിക്കുന്നില്ല. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.